കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ ഷെബിനെ അനുഭവിച്ച വേദനയും കണ്ണീരും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഭർത്താവും വീട്ടുകാരും ചേർന്ന് അവളെ അത്രമാത്രം കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഷെബിനിയുടെ മരണത്തിന് ശേഷം ഭർത്തൃവീട്ടുകാരും അറിയണം ആ വേദന. ഷെബിനെ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവിന്റെ അമ്മാവനും ഭർത്തൃമാതാവിനും പിന്നാലെ സഹോദരിയും അറസ്റ്റിലായി. വനിതാ ലീഗ് പ്രാദേശിക നേതാവ് കൂടിയായ ഹഫ്സത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി കീഴടങ്ങിയത്. ഭർത്താവ് ഹബീബ്, റിമാൻഡിലുള്ള ഭർത്തൃമാതാവ് നബീസ, അമ്മാവൻ ഹനീഫ എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിയ കോടതി ഭർത്തൃപിതാവിന് പ്രായം പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഹഫ്സത്ത് വടകരയിലെ ഡിവൈഎസ്പി ഓഫീസിൽ എത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ഷെബിനയുടെ ഭർത്തൃമാതാവ് നബീസയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭർത്താവിന്റെ അമ്മാവൻ ഹനീഫയാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത്. ഡിസംബർ 4-നാണ് ഷെബിനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഭർത്താവിന്റെ അമ്മാവൻ മർദ്ദിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. ഹനീഫ യുവതിയെ മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ ഭർത്താവ് ഹബീബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും റിമാൻഡിലുള്ള നബീസ, ഹനീഫ എന്നിവരുടെ ജാമ്യാപേക്ഷയും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളി. അതേസമയം ഭർത്തൃപിതാവിന്റെ പ്രായം പരിഗണിച്ച് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വടകര.